ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മൊമ്മൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി 200 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഒരു കുക്കറിലിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് 2 വിസിലടുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കൂട്ടിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ക്യാബേജും ക്യാരറ്റ്, സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയിലടിച്ച് അതും കൂടെ ചേർത്ത്, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇച്ചിരി കൂടുതൽ ഇട്ടേക്കണം കുരുമുളക് പൊടി. ഈ ഒരു കൂട്ടുകൊണ്ട് മറ്റൊരു ഐറ്റം ഉണ്ടാക്കുന്നതാണ്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇനി നമുക്ക് ഡൗ ഉണ്ടാക്കാം. അതിനെ നമുക്കൊരു പാത്രത്തിൽ 1.5 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ഉപ്പും, ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്താൽ മതി, ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടി അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായി കുഴച്ച് മാറ്റി വെക്കാം. ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം മാവൊന്ന് നല്ല രീതിയിൽ അയയും. 1 മണിക്കൂർ ശേഷം നമ്മുടെ ഡൗ എടുത്ത് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് നല്ല രീതി പരത്തിയെടുക്കണം. നല്ല രീതി തിന്നായിട്ട് എത്രത്തോളം പരത്താൻ പറ്റും അത്രത്തോളം തിന്നായിട്ട് പരത്തിയാൽ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. പരത്തി വെച്ചിരിക്കുന്ന ഷീറ്റിൽ റൗണ്ട് ഷേപ്പുള്ള മോൾഡ് അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സോ വെച്ച് നമുക്ക് റൗണ്ട് രീതി ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. എല്ലാ ഷീറ്റിൽ നിന്ന് റൗണ്ട് രീതി കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷീറ്റ് എടുത്ത് ഫില്ലിങ് വെച്ച് നമുക്ക് ഒരു കിഴി പോലെ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ഷീറ്റ് എടുത്ത് നടുവിൽ ആവശ്യത്തിന് ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ പ്ലീറ്റ് ആക്കിയിട്ട് ഒരു കിഴി പോലെ ഉണ്ടാക്കി നമുക്ക് എടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ മൊമ്മൂസെല്ലാം ഒരു ഇടിയപ്പച്ചമ്പി വെച്ച് നമുക്ക് ആവിയേറ്റെടുക്കാം. അതിനായി നമുക്ക് ഓരോ മൊമ്മൂസും ഇടിയപ്പച്ചമ്പിൻ്റെ തട്ടിൽ വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ആവിയേറ്റെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മൊമ്മൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചട്നിയായിട്ട് കഴിക്കാം. ഈ ചട്നിയുടെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇതൊരു ഓയിലി ഫുഡ് അല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.